ഹായ്, എല്ലാവർക്കും നമസ്തേ. ഞാൻ സിന്ധു സതീശൻ. എന്താണ് ഓപ്പറേഷൻ സിന്ധു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇനി എന്തിനായിരുന്നു ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്നും നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ ഭാരതത്തിലേക്ക് നുഴഞ്ഞു കയറിക്കൊണ്ട് നിങ്ങൾ മുസ്ലിമാണോ എന്ന് ചോദിച്ചുകൊണ്ട്, നിങ്ങൾ മുസ്ലിം ആണെങ്കിൽ കലിമ ചൊല്ലൂ എന്ന് പറഞ്ഞുകൊണ്ട്, മുസ്ലിമാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി ഉടുമുണ്ടൊരിഞ്ഞ് ലിംഗാഗ്രം നോക്കി കാഫിറാണെന്ന് മനസ്സിലാക്കി 28ഓളം ഭാരതീയരെ, ഹൈന്ദവരെ, കാഫിറുകളെ വെടിവെച്ചു കൊന്ന പാകിസ്ഥാൻ മുസ്ലിം തീവ്രവാദികൾക്കുള്ള മറുപടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ. അന്ന് ഭാരതത്തിലെ ഹൈന്ദവർക്ക് നേരെയുള്ള ഈ ആക്രമണത്തിൽ ലോകരാജ്യങ്ങളെല്ലാം അപലപിച്ചിരുന്നു. എന്നാൽ അന്ന് പാകിസ്ഥാന് പിന്തുണയുമായി വന്നത് തുർക്കി എന്ന പെർക്ക് രാജ്യമായിരുന്നു. പാകിസ്ഥാന് വേണ്ടി ശബ്ദിച്ച തുർക്കിക്കായി മോദി അന്നേ ഒരു വടി പൊട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. 2025 മെയ്യിൽ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം തുർക്കി പാകിസ്ഥാന് പിന്തുണ അറിയിച്ചുകൊണ്ട് ഭാരതത്തിന് നേരെ തുർക്കി ഡ്രോണുകൾ തലങ്ങും വിലങ്ങും പറത്തിയിരുന്നു. ആ ഒരു സംഭവം നമ്മൾ ഭാരതീയരാരും, ഭാരതത്തെ സ്നേഹിക്കുന്ന ഒരാളും മറക്കാനിടയില്ല. ഇതിന് പകരമായിട്ട് നമ്മുടെ ഭാരതം നല്ല ഒരു യമണ്ടൻ പണി തന്നെയാണ് തുർക്കിക്കായി സമ്മാനിച്ചിരിക്കുന്നത്. അതായത് തുർക്കിയുടെ ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി സുരക്ഷാ ലൈസൻസ് വലിച്ചു കീറി ഇടത്തേക്കും വലത്തേക്കും വലിച്ചെറിഞ്ഞിട്ടുണ്ട്. ഇതോടെ തുർക്കിക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് നഷ്ടമായത് $500 മില്യൺ ആണത്രേ. അതായത് തുർക്കിയുടെ ഏകദേശം 17 വർഷത്തെ അധ്വാനത്തിൻ്റെ ഫലം. ബിസിനസ് ചെയ്യുന്നതിൻ്റെ മറവിൽ ചാരപ്പണിക്കും തീവ്രവാദികൾക്കും സഹായം നൽകാൻ നിന്നാൽ ഭാരതം കൈയും കെട്ടി നോക്കി നിൽക്കുമെന്നാണോ തുർക്കി വിചാരിച്ചിരിക്കുന്നത്? ഡൽഹിയിലെയും മുംബൈയിലെയും ബാംഗ്ലൂരിലെയും കൊച്ചിയിലെയും കണ്ണൂരിലെയും എയർപോർട്ടിൽ നിന്നും ജലേബി കമ്പനിക്ക് ഭാരതം ബൈ ബൈ പറഞ്ഞിരിക്കുകയാണ്. 17 വർഷം ഭാരതത്തിൻ്റെ ആകാശത്തിൽ പറന്നു വിലസിയിരുന്ന ജലേബി ഏവിയേഷന് നമ്മുടെ ഭാരതം ലാൻഡിംഗ് പെർമിഷൻ റദ്ദാക്കിയിട്ട് അങ്ങ് കൊടുത്തിട്ടുണ്ട്. എന്താല്ലേ, ഒരൊറ്റ ദിവസം കൊണ്ട് 4100 കോടിയുടെ നഷ്ടമാണ് തുർക്കിക്കുണ്ടായിരിക്കുന്നത്. 9 എയർപോർട്ടുകളിൽ ഏകദേശം 58,000 ഫ്ലൈറ്റുകളാണത്രേ തലങ്ങും വിലങ്ങും പറന്നു കളിച്ചിരുന്നത്. എന്നാലും സ്വർണം കായ്ക്കുന്ന മരമായാലും പുരയ്ക്ക് മുകളിൽ ചാഞ്ഞാൽ അതിൻ്റെ കൊമ്പ് വെട്ടണം എന്നാണ് പഴമക്കാരുടെ പ്രമാണം. എന്നാൽ നമ്മുടെ ഭാരതം 56 ഇഞ്ചുകാരൻ ഭാരതത്തിന് നേരെ ചാഞ്ഞ കൊമ്പല്ല, മരത്തിൻ്റെ മൂടോടെ വെട്ടിമാറ്റി എന്ന് വേണം പറയാൻ. പാകിസ്ഥാന്റെ കൂടെ കൂടി ഭാരതത്തെ നശിപ്പിക്കാൻ നോക്കിയപ്പോൾ തുർക്കി ജലേബി ഏവിയേഷന് ഇത്രയും വലിയ ഒരു മുട്ടൻ പണി കിട്ടുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. നമ്മുടെ ദേശസുരക്ഷയ്ക്ക് മുമ്പിൽ ഒരു പരാതിക്കോ ഒരു കണ്ണുനീരിനോ യാതൊരു പ്രസക്തിയുമില്ല. ഇന്ന് നമ്മുടെ ഭാരതം ഭരിക്കുന്നത് വൈദേശിക രക്തം സിരകളിലോടുന്ന അടിമ കോൺഗ്രസ് പാർട്ടിയല്ല. ഭാരതം എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാവുകയും സിരകളിലൂടെ ഒഴുകുന്ന രക്തം തിളയ്ക്കുകയും ചെയ്യുന്ന ഭാരതത്തിൻ്റെ പുത്രന്മാരാണ് ഇന്ന് ഭാരതം ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആര് ഭാരതത്തിന് നേരെ തിരിഞ്ഞാലും ഇനി ഭാരതത്തിന് നേരെ തിരിയുമ്പോഴും 2 വട്ടമല്ല 2000 വട്ടം ആലോചിക്കേണ്ടിയിരിക്കുന്നു. അതെ, ഇത് പുതിയ ഭാരതമാണ്, നരേന്ദ്ര ഭാരതം. 56 ഇഞ്ച് അഭിമാനത്തോടെ ലോകത്തിന് മുന്നിൽ നിവർത്തിപ്പിടിച്ചുകൊണ്ട് ഞാൻ ഭാരതീയനാണ് എന്ന് 1000 വട്ടം ഉറക്കെ ഉറക്കെ വിളിച്ചു പറയുന്ന നരേന്ദ്രന്റെ ഭാരതം. എനിക്ക് രാഷ്ട്രീയമല്ല, രാഷ്ട്രമാണ് വലുത് എന്ന് ഉറക്കെ ഉറക്കെ വിളിച്ചു പറയുന്ന നരേന്ദ്രന്റെ ഭാരതം. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതായിരിക്കും. എല്ലാവർക്കും ജയ് ഹിന്ദ്.